മഹേന്ദ്ര താർ വാഹനത്തിൽ സോളോ ട്രിപ്പുമായി ലോകം ചുറ്റി കണ്ണൂരിൽ നിന്നുമുള്ള വനിതാ സാഹസിക സഞ്ചാരി ജീവിതം യാത്രയിലൂടെ ആസ്വദിക്കുകയാണ്. കണ്ണൂർ തലശ്ശേരി സ്വദേശിയായ ഈ സോളോ ട്രാവൽ വ്ലോഗറായ നാജി നൌഷി ഓരോ സ്ത്രീകൾക്കും പ്രചോദനമാവുകയാണ്. ലോകം ചുറ്റുന്നതിനിടെ കക്കാടംപൊയിലെ ഏറ്റവും ഉയരം കൂടിയ നായാടംപൊയിലെ റോക്ക് വെൽ റിസോർട്ടിലേക്കും മഹീന്ദ്ര താർ വാഹനത്തിൽ ഓഫ് റോഡ് യാത്രയ്ക്കായി ഇവർ എത്തി. വെൽക്കം ടു ചൈന. യു-ടു ഇന്ത്യ കേരള ട്രിപ്പിന്റെ 22ാമത്തെ രാജ്യമാണ് ചൈന. ഇന്നേക്ക് നമ്മൾ 75,000 കിലോമീറ്റർ കവർ ചെയ്തതിന് ഇറാൻ ഫ്രം ഇന്ത്യ. ഗോയിങ് ടു ഇറാൻ, ഹെഡിങ് ടു ഇറാൻ, അവർ 15th country. 5 മക്കളുടെ അമ്മ കൂടിയായ ഈ 35-കാരി ഇതിനകം 26 രാജ്യങ്ങളിലൂടെയായി 80,000 കിലോമീറ്റർ മഹേന്ദ്ര താർ വാഹനത്തിൽ പൂർത്തിയാക്കി കഴിഞ്ഞു. 55 പേരാണ് മഞ്ചേരിയിലെ ക്ലബ്ബ് ഒരുക്കിയ ഓഫ് റോഡ് വാഹനയാത്രയ്ക്ക് എത്തിയത്. ഇതിൽ നാജി നൌഷിയാണ് ഏക വനിത. അത് ഇവിടെ കല്ലിങ്കൽക്കാറിന്റെ മഞ്ചേരിയിൽ നിന്ന് തുടങ്ങിയ ഒരു റാലിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ കുറെ ആവശ്യങ്ങൾ വേണം. അതായത് എല്ലാവരും ഇപ്പം വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട്. വണ്ടി ഭ്രാന്തം പറയുന്നത് നമ്മുടെ നാട്ടില് ലോകത്ത് ഏറ്റവും കൂടുതൽ വണ്ടി മോഡിഫൈ ചെയ്യുന്നത് മലയാളികളാണ്, കേരളത്തിലെ ആൾക്കാരാണ്. അപ്പൊ ഇങ്ങനത്തെ കുറെ റാലീസെല്ലാം വരുമ്പോൾ ആളുകൾ ഡ്രൈവിലും തന്നെ ഇങ്ങനത്തെ കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളെല്ലാം വരും. അപ്പോൾ ഇതിപ്പോ താറും താർ റോക്സും മാത്രമാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ വേറെയും കുറെ വണ്ടികൾക്ക് കുറെ ആളുകൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഇവർ ചെയ്യുമെന്ന് വിചാരിക്കുന്നത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്യുന്നു. മറ്റുള്ള നാടുകളിലെല്ലാം കണ്ടിട്ടുണ്ട്. എനിക്കൊന്ന് കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും വലിയൊരു 56ഓളം താറും താർ റോക്സും ഉള്ളൊരു വലിയൊരു മീറ്റപ്പ് അല്ലെങ്കിൽ ഒരു ഡ്രൈവ്. ഇത് മീറ്റപ്പ് മാത്രമല്ല, ഏകദേശം ഒരു 3 മണിക്കൂർ നമ്മൾ ഓൺ റോഡും അത് തന്നെ ഒരു 3-4 കിലോമീറ്ററോളം ഈ ഓഫ് റോഡും അടിച്ചു വന്നത് ഭയങ്കര ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പൊ ഇതിലിപ്പോ ഒരു ലേഡി ആയിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ഇനിയും കുറെ ലേഡീസ് ഇതിലേക്ക് വരട്ടെ എന്ന് വിചാരിക്കുന്നു. നല്ലൊരു പരിപാടിയാണ്. മഹേന്ദ്ര താർ വാഹനത്തിലൂടെയുള്ള യാത്രാ വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ ഇവരുടെ ആവേശവും വാനോളം ഉയർന്നു. നായാടംപൊയിൽ, ഊട്ടിയും മൂന്നാറുമായി വിനോദസഞ്ചാരികളുടെ മനസ്സ് കീഴടക്കാൻ തുടങ്ങിയതായും ഇവർ പറഞ്ഞു. 5 മക്കളുടെ അമ്മയായ ഒരു വീട്ടമ്മ തന്റെ മഹീന്ദ്ര താർ വാഹനത്തിൽ സോളോ യാത്ര ആരംഭിച്ച് ഇന്ത്യയും കടന്ന് ലോകം ചുറ്റുന്ന സഞ്ചാരിയായി ശ്രദ്ധ നേടിയിരിക്കുകയാണ് നാജി നൌഷി. മഹേന്ദ്ര താർ വാഹനവും സോളോ യാത്രയും ഒഴിവാക്കി മാറിയൊരു ജീവിത സ്വപ്നം 35 വയസ്സുകാരിയായ നാജി നൌഷിക്കില്ല. കണ്ണൂർ തലശ്ശേരിയിൽ നിന്നുള്ള ഒരു സോളോ ട്രാവൽ വ്ലോഗറാണ് ഇവർ. സാധാരണ ഗൃഹജീവിതത്തിന്റെ ചട്ടക്കൂടിൽ ഒതുങ്ങാതെ സ്വന്തമായി ഡ്രൈവിംഗ് പഠിച്ച് യാത്രയെ ജീവിതത്തിന്റെ ഭാഗമായി മാറ്റുകയായിരുന്നു നാജി. 2020-ലാണ് ഇന്ത്യക്കകത്തും പുറത്തുമായി ദീർഘയാത്രകൾ ആരംഭിച്ചത്. മാനസിക സ്വാതന്ത്ര്യവും സ്വപ്ന സഫലീകരണവുമാണ് യാത്രയുടെ ലക്ഷ്യമെന്ന് നാജി പറയുന്നു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ലക്ഷദ്വീപിലെ ദ്വീപുകൾ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷമാണ് അന്താരാഷ്ട്ര യാത്രകളിലേക്ക് കടന്നത്. ലോകത്ത് ഒരു മലയാളി സോളോ മാം 2022-ൽ ഫുട്ബോൾ ലോകകപ്പ് നടത്തുന്ന ഖത്തറിലേക്ക് സ്വയം വാഹനം ഓടിച്ചെത്തിയ യാത്ര ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. തുടർന്ന് ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ 26 രാജ്യങ്ങളിലൂടെ 80,000 കിലോമീറ്ററിലധികം ദൂരം പിന്നിട്ട് നാജി തന്റെ സോളോ യാത്രകൾ തുടർന്നു. ഇടച്ചാത്ത ഇടങ്ങൾ ഇറാൻ മുതൽ അഫ്ഗാൻ വരെ, ഇറാൻ, അഫ്ഗാൻ പോലുള്ള വെല്ലുവിളി നിറഞ്ഞ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ സ്ത്രീ എന്ന നിലയിൽ വലിയ ധൈര്യ പരീക്ഷണമായിരുന്നുവെന്ന് നാജി തന്നെ വ്യക്തമാക്കി. അഫ്ഗാനിലെ ജനങ്ങളുടെ ജീവിതാവസ്ഥകളും അവിടുത്തെ മനുഷ്യ സ്നേഹവും ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന അനുഭവങ്ങളാണെന്നും അവർ പറയുന്നു. നിലമ്പൂർ നായാടംപൊയിൽ നിന്നും ഞായറാഴ്ച നേരിട്ട് കണ്ടപ്പോൾ യാത്രയെക്കുറിച്ച് സംസാരിച്ച നാജി നൌഷി ഭയം മാറ്റിവെച്ച് മുന്നോട്ടു പോകാൻ തീരുമാനിച്ചപ്പോഴാണ് ലോകം തുറന്നതെന്ന് വ്യക്തമാക്കി. സ്ത്രീകൾക്ക് യാത്ര അസാധ്യമായ കാര്യമല്ലെന്നും മനസ്സുണ്ടെങ്കിൽ ഏത് സാഹചര്യവും മറികടക്കാൻ കഴിയുമെന്നും അവർ പറഞ്ഞു. യാത്രകളിൽ കണ്ട മനുഷ്യരുടെ സ്നേഹമാണ് ഏറ്റവും വലിയ സമ്പാദ്യമെന്നും ലോകത്തെക്കുറിച്ചുള്ള മുൻവിധികൾ മാറ്റാൻ യാത്രകൾ സഹായിച്ചുവെന്നും നാജി പറഞ്ഞു. സന്ദേശവും സ്വപ്നവും നാജിക്ക് യാത്ര വെറും സഞ്ചാരമല്ല, ജീവിതത്തെ പുതുതായി മനസ്സിലാക്കാനുള്ള ഒരു മാർഗമാണ്. സ്വന്തം ആത്മാവിനെ കണ്ടെത്താനും സ്ത്രീകൾക്കും സ്വപ്നങ്ങൾക്കായി പുറത്തേക്ക് ഇറങ്ങാൻ പ്രചോദനമാകാനുമാണ് ഈ യാത്രകളെന്ന് നാജി നൌഷി പറയുന്നു.